നമസ്കാരം. മുത്തപ്പനെ ആരാധിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. മുത്തപ്പനെ ആരാധിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ പല അവസരങ്ങളിലായി വന്ന് ചേരുന്നതുമാണ്. എന്നാൽ മുത്തപ്പനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇത്. മുത്തപ്പന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ മുത്തപ്പന്റെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഏവരും മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഭഗവാന്റെ മുത്തപ്പന്റെ അറിയാവുന്ന നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടദേവതയുടെ നാമങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. യുക്തിപൂർവം ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ഇനിയും വന്നു ചേരും. സ്വകാര്യ രംഗത്ത് ഉയർച്ച നേടുവാൻ, ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ജോലി ലഭിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനം ജീവിതത്തിൽ അനിവാര്യമായ ഒരു സമയം കൂടിയാണ് ഇത്. അത്തരത്തിലൊരു സമയത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ഈ സമയം. അതിനാൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി ഈ സമയം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സമയം അനുകൂലം തന്നെയാണ്. അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലരും ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ നടക്കാം. അതല്ല എങ്കിൽ അല്പം കാലതാമസം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അശ്വതി, ചിത്തിര, അവിട്ടം, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് വളരെയധികം സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഈ നിമിഷം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ നോക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിനാൽ സംസാരം തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൃഷ്ടിദോഷം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മുത്തപ്പന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഈ നിമിഷം ഏവരും അറിയുക. കൂടാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. താൽക്കാലികമായ തടസ്സങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം.
മകൾക്ക് ജോലി ലഭിക്കുക, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക. കൂടാതെ ഈ സമയം സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ കാരണം പല കാര്യങ്ങളും മറ്റുള്ളവർക്ക്, അതായത് കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് അനുകൂലമായി മാറുന്ന അവസരങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അനുകൂലമായി മാറുന്ന അവസരങ്ങളോ സംജാതമാകാം. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നന്മ വരുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി, അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വന്നു ചേരുന്ന വിധം നന്മ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ കാരണം മറ്റുള്ളവർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങൾ അർഹിച്ചതായ സഹായം ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങളുടെ കടമയായി തന്നെ മാറും. അതിനാൽ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അർഹമായ വിജയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന അവസരങ്ങൾ സംജാതമാകും. നഷ്ടപ്പെട്ടു പോയ നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം അവസരങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച പല ദുരിതങ്ങൾക്കും മോചനം ലഭിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. അറിയിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ബുദ്ധിശക്തി ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത്. അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങൾ നടക്കും. അതല്ല എങ്കിൽ അല്പം കാലതാമസം നേരിടേണ്ടതായി വരും. അഥവാ 2 മാസത്തിലധികം സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ കടന്നു വരുന്നതിന് കാലതാമസം നേരിടേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. മുത്തപ്പന്റെ 2ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കുടുംബജീവിതം ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെയാണ് ഫലം. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, മറക്കാനാവാത്ത ചില അവസരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ഫലം. സ്വന്തമായി ഏതെങ്കിലും കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്വന്തമായി വസ്തു വാങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, വീട് ഒരു സ്വപ്നമായി കൊണ്ട് നടക്കുന്നവരാണ് എങ്കിൽ വീട് വാങ്ങാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. സകല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ ഉയർച്ച നേടുവാൻ സാക്ഷാൽ മുത്തപ്പന്റെ സഹായത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഏത് കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും മുത്തപ്പനിൽ അടിയുറച്ച് വിശ്വസിച്ച് മുത്തപ്പനെ പ്രാർത്ഥിച്ച് ചെയ്യുകയാണ് എങ്കിൽ മാത്രമേ ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല. അതായത് സുഹൃത്ത് ബന്ധങ്ങളോ ബന്ധങ്ങൾ അകന്ന് നിൽക്കുന്നതായ അവസ്ഥ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. ഉറച്ച മനസ്സോടെ കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഉയർച്ചയും വിജയങ്ങളും സമ്മാനിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ തീരുമാനിച്ചാൽ അത് വളരെയധികം വിജയങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഉറച്ച മനസ്സോടെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ നിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ തീരുമാനിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഒരിക്കലും പിന്തിരിഞ്ഞ് നിൽക്കുവാൻ പാടുള്ളതല്ല. കഷ്ടതകൾ, നിരവധിയാർന്ന കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ.
ഇപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കുന്നവരുമാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പെട്ടെന്ന് ദേഷ്യം നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അഥവാ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകുന്ന അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. നിഷ്കളങ്കമായ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. അത് ഏവർക്കും അറിയാവുന്നതായ കാര്യം തന്നെയാകുന്നു. തക്കതായ സമയത്ത് നിങ്ങൾ പ്രതികരിക്കും, വേണ്ടതായ കാര്യങ്ങൾ ചെയ്യും എന്ന തിരിച്ചറിവ് പലർക്കുമുണ്ട്. ആ തിരിച്ചറിവോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പലപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഉണ്ട് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസ്ഥ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരും. മനസ്സിൽ കളങ്കം ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. അതിനാലാണ് ഇത്രമേൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതും എന്ന് കൂടി മനസ്സിലാക്കുക. പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചില ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണം എന്നില്ല. അതിനാൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കലഹം എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കലഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്ന കാര്യവും നാം ഓർക്കുക. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആകർഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്നതായ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എടുത്തുചാടി പലപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അത് നിങ്ങൾക്ക് ദോഷമായി മാറുകയും ചെയ്യും. അതിനാൽ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കി കാണേണ്ടതാകുന്നു. അകമഴിഞ്ഞ് ആരെയും നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യം ഓർക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ നടന്നില്ല എങ്കിൽ 3 മാസക്കാലം നിങ്ങൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നതിനായി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരാം. അഥവാ കാലതാമസം നേരിടും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക.